ഞാൻ ലാസ്റ്റ് തിരുവണ്ണാമലയുടെ ഒരു വീഡിയോ ഇട്ട ടൈമിൽ ഒരാൾ എനിക്ക് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മലയിലേക്ക് എങ്ങനെ വരിക, ഇവിടെ എങ്ങനെയാണ് പ്രധാന ദിവസങ്ങൾ, അതേപോലെ തന്നെ ഇവിടേക്ക് എങ്ങനെ വന്നാൽ, അതായത് ബസ്സിലാണോ കാറിലാണോ കുറച്ചും കൂടെ ട്രെയിനിലാണോ നന്നായിട്ട് ഉണ്ടാവുക എന്നൊക്കെ. എൻ്റെ ഇവിടെ കോഴിക്കോടാണ്. സോ ഞാൻ വന്നത് ട്രെയിനിലാണ്. അപ്പോൾ നമ്മുടെ അവിടുന്ന് വൈകുന്നേരം 5:30 ആവും. 5:30 ഓരോ ജില്ലയിനനുസരിച്ച് ടൈം ചേഞ്ച് ഉണ്ടാവും കേട്ടോ, അത് നോക്കിയിട്ട് വന്നാൽ മതി. MGR ചെന്നൈ സെൻറ്ററിലാണ് ഞങ്ങൾ വന്നത്. സോ അതൊരു ഞങ്ങളുടെ കോഴിക്കോട് നിർത്തത് 5:30-ക്കാണ്. സോ അപ്പോൾ ഞങ്ങൾ അതിൽ വന്നിട്ട് ഏകദേശം കാട്ട്പാടി ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങണം. അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 4:30 ആ ഒരു ടൈമാവും. കാട്ട്പാടി ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ട്രെയിൻ എന്ന് പറഞ്ഞത് 5:15-ലാണ്. 5:15-നോ 6:15-എന്നാണ്, കറക്റ്റ് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട്. അവിടുന്ന് നമുക്ക് തിരുവണ്ണാമലയ്ക്ക് ട്രെയിൻ ഉണ്ടാവും. അവിടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം. ഏറ്റവും ലാസ്റ്റത്തേലാണ് തിരുവണ്ണാമലയ്ക്കുള്ള ട്രെയിൻ നിർത്തുക. അവിടെ കുറച്ച് നേരം നിർത്തിയിടും, എന്തായാലും ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ അടുത്ത് നിർത്തിയിടും. ആ ട്രെയിൻ കയറിയിട്ട് വേണം വരാൻ വേണ്ടി. പിന്നെ വരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശനി ഞായർ വെള്ളി ശനി ഞായർ ഈ 3 ദിവസം നല്ല തിരക്കായിരിക്കും. അത്യാവശ്യം നമുക്ക് തന്നെ ഒരു 4-5 മണിക്കൂർ ക്യൂ തന്നെ നിൽക്കാറുണ്ടാവും. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും നേർച്ചകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വ്രതം എടുത്തിട്ട് ഗിരിവലം ചുറ്റാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എന്നാലും തിരക്കുണ്ടാവും. അപ്പം നിങ്ങളൊരു തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയുള്ള ഏതെങ്കിലും ഒരു ഇട ദിവസങ്ങൾ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം നമ്മൾ ഏകദേശം ഗുരുവായൂർ പോകുന്ന പോലെ തന്നെയാണ്. ഗുരുവായൂർ പോകണമെങ്കിൽ കണ്ണം വിചാരിക്കണം നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിലും ശിവൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് നോക്കിയിട്ട് വന്നാൽ മതി. എനിക്ക് വലിയ രീതിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ ഏകദേശം ഒന്ന് ഗൂഗിളും യൂട്യൂബൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നോളൂ കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് വന്ന് ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്കും നടക്കും എന്നുള്ളത് അത് ഉറപ്പാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ശിവൻ കോപം കൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പുറത്ത് എത്ര തണുപ്പാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ അതിനനുസരിച്ച് നല്ല രീതിക്ക് ചൂടായിരിക്കും. അപ്പം അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് അമ്പലത്തിൽ പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശിവൻ തൃക്കണ്ണ് തുറന്നിരിക്കുന്നത് ഇവിടെയാണ്. കാരണം 2024 നവംബർ ഡിസംബർ ടൈമിലാണ് ഇവിടെ ഉരുൾ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരും കൂടെ വന്നിട്ടുണ്ട്. ശിവന്റെ തൃക്കണ്ണ് തുറന്നത് ഇവിടെയാണെന്ന് വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞ് നിങ്ങൾ ഏകദേശം ഒരു ദിവസം ഇവിടെ നിൽക്കാൻ കണക്കാക്കിയിട്ട് വരണം. കാരണം നമ്മൾ അമ്പലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റുക, അതായത് തൊഴുത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നമ്മൾ തിരിച്ചിറങ്ങാൻ പറ്റുക എന്നറിയില്ല. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാൻ പറഞ്ഞാൽ